ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. ഇപ്പൊ നൈറ്റായി, ഫംഗ്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായി. ഹീജു ഇതുവരെ റെഡി ആയി വരാത്തത് കണ്ട് ഇയാൻ അവളെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവൾ റെഡിയായി ഡോറ് തുറക്കുമ്പോൾ അവളുടെ ലുക്ക് കണ്ട് ഇയാൻ ഫ്ലാറ്റ് ആകും. ഫംഗ്ഷന് വേണ്ടി ക്യൂൻ മദർ മിന്നിന്റെ കൂടെയാണ് അവിടേക്ക് വരുന്നത്. ഫംഗ്ഷൻ വന്ന എല്ലാവരും നല്ല ഗൗണൊക്കെ ഇട്ട് സുന്ദരി മണികളായിട്ടുണ്ട്. അവിടേക്ക് അങ്ങനെ ഇയാനും ഹീജുവും കൂടി കടന്നു വരും. എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കും. രണ്ടുപേരും വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവരങ്ങനെ ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങും. രണ്ടുപേർക്കും ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും എല്ലാവരുടെയും അറ്റൻഷൻ അവരിലാകുന്നത് കൊണ്ട് അവരത് എൻജോയ് ചെയ്യും. ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഇയാൻ മുട്ടുകുത്തി ഒരു റിംഗ് എടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യും. ഇയാന്റെ അമ്മയുടെ, അതായത് പഴയ ക്യൂന്റെ റിംഗ് ആയിരിക്കും അത്. ഇയാൻ അവളെ ബ്രേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് എന്ന് വിചാരിച്ചാണ് ക്യൂൻ മദർ അവളെ ഈ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചത്. ഇപ്പൊ ഇയാൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ട് ക്യൂൻ മദർ ഒന്ന് ഷോക്കാവും. ഹീജു യെസ് പറഞ്ഞ് അവൻ അവൾക്ക് റിംഗ് ഒക്കെ ഇട്ട് കൊടുക്കും. ഇയാൻ ഹീജുവിനെ കൂട്ടി നേരെ കിങ്ങിന് മുമ്പിൽ വന്ന് അവന്റെ ബ്ലെസ്സിങ് ചോദിക്കും. കിങ്ങിനോട് ഈ ഫംഗ്ഷന് വരണ്ട എന്ന് ക്യൂൻ മദർ പറഞ്ഞിരുന്നു. പക്ഷെ ഇയാൻ പറഞ്ഞത് പ്രകാരമാണ് കിങ് അവിടേക്ക് വന്നത്. ബ്ലെസ് ചെയ്യരുത് എന്ന് ക്യൂൻ മദർ കാണിക്കുന്നുണ്ടെങ്കിലും അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവന്റെ അങ്കിളിനെയും അവന്റെ ലൈഫ് സേവ് ചെയ്ത ഹീജുവിനെയും അവൻ ബ്ലെസ് ചെയ്യും. ഇപ്പൊ അവരുടെ മാരേജിന് ഒഫീഷ്യലി അപ്രൂവൽ കിട്ടി. ഇവരുടെ മാരേജിന് കിങ് അപ്രൂവൽ കൊടുത്തതുകൊണ്ട് ഇപ്പൊ ക്യൂൻ മദറിന് മുമ്പിൽ ഒരേ ഓപ്ഷനുള്ളൂ, അത് പ്രൈം മിനിസ്റ്റർ മിന്നാണ്. പ്രൈം മിനിസ്റ്ററിന്റെ അപ്രൂവൽ ഇല്ലാതെ അവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് മിന്നിനോട് അവന്റെ പവർ യൂസ് ചെയ്ത് ഈ മാരേജ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ക്യൂൻ മദർ പറയും. പക്ഷേ മിൻ ക്രൗൺ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇയാനിപ്പോ ക്യൂൻ മദറിന്റെ കൂടെ ഡാൻസ് കളിക്കാണ്. അവരുടെ മാരേജ് ക്യൂൻ മദറിന് ഇഷ്ടമില്ലാത്തതിനാൽ കിങ് അപ്രൂവൽ ചെയ്ത കാര്യം നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഇയാൻ പറയും. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനൊന്നും ചെയ്യാതിരിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ക്യൂൻ മദർ പറയുമ്പോൾ, നിങ്ങൾക്ക് എല്ലാ റൂൾസും അറിയാം, എന്നിട്ടും എന്റെ ബ്രദറിന്റെ ആഗ്രഹത്തിന് നിങ്ങൾ എതിരെ നിന്നില്ലേ എന്ന് ഇയാൻ പറഞ്ഞത് കേട്ട് ക്യൂൻ മദർ ഒന്ന് ഷോക്കാകും. സ്മൈൽ ചെയ്യ്, എല്ലാവരും നമ്മളെയാണ് നോക്കുന്നത് എന്നും പറഞ്ഞ് ഇയാൻ ഡാൻസ് കളിക്കും. ഹീജു മിന്നിന്റെ അടുത്ത് വന്ന് അവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി പറയുമ്പോൾ അവൻ പഴയ കാര്യം ഓർക്കും. അവര് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾ എക്സാമിന് വന്നിട്ടില്ല, അവൾ എവിടെയെങ്കിലും ലോക്കായിട്ടുണ്ടാകും എന്ന് ബാക്കി കുട്ടികൾ പറഞ്ഞത് കേട്ട് മിന്ന അവളെ തരാൻ വേണ്ടി പോകും. ഹീജു ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുണ്ടാകും. അവൻ ലിഫ്റ്റിന് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അവളെ പുറത്തെടുക്കുമ്പോൾ, ലേറ്റ് ആയതുകൊണ്ട് നീ പറഞ്ഞാൽ അവരെ വിശ്വസിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് നീ അവരോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യും പിടിച്ച് ഓഫീസിലേക്ക് അവൾ ഓടും. അവര് ഡാൻസ് കളിക്കുമ്പോൾ, നീ ഇപ്പോഴും ഈ മാരേജിന് അഗെയിൻസ്റ്റ് ആണോ? നീ കൂടി പോയാൽ എന്റെ സൈഡിൽ ആരും ഉണ്ടാകില്ല, അതുകൊണ്ട് ഈ മാരേജിന് അപ്രൂവ് ചെയ്യാനൊക്കെ ഹീജു പറയും. നീ എന്റെ അടുത്ത് ഇനി ഒരിക്കലും കള്ളം പറയില്ല എന്ന് പ്രോമിസ് ചെയ്യ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാം എന്ന് മിൻ അവളോട് പറയും. ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് മിൻ ഹീജുവിനെ നോക്കുന്നതൊക്കെ ക്യൂൻ മദർ നോട്ട് ചെയ്തിരുന്നു. ഇത്രയ്ക്ക് വിലപിടിപ്പുള്ള റിംഗ് അവൾക്ക് കൊടുത്തതിനെ കുറിച്ചൊക്കെ ഹീജു ചോദിക്കുമ്പോൾ, ഇത് നിനക്ക് സ്വന്തമായിട്ട് തന്നതൊന്നുമല്ല, നമ്മുടെ ഡിവേഴ്സ് കഴിഞ്ഞാൽ നീ അത് തിരിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞത് കേട്ട് അവൾ അത് ഊരാൻ നോക്കുമ്പോൾ, അത് അവളോട് തന്നെ വെച്ചോളം പറഞ്ഞ് എന്റെ അമ്മയ്ക്ക് എന്തായാലും ആ റിംഗ് ഇഷ്ടമല്ലായിരുന്നു, കാരണം അതൊരുപാട് ഹെവി ആയിരുന്നു എന്ന് ഞാൻ പറയും. നിന്റെ അമ്മയുടെ ഫേവറേറ്റ് നീ ആയിരുന്നു അല്ലേ, അതുകൊണ്ടല്ലേ ഈ റിംഗ് ഫ്യൂച്ചർ കിങ് ആയ നിന്റെ ബ്രദറിന് കൊടുക്കാതെ നിനക്ക് തന്നത് എന്ന് ഹീജു അവനോട് ചോദിക്കും. ഹീജോടെ എൻജോയ് ചെയ്ത് നിൽക്കുന്നത് കണ്ട് ഇയാൻ അവളുടെ മുടിയൊക്കെ റെഡിയാക്കി കൊടുക്കും. ഇപ്രാവശ്യം ആരെയും കാണിക്കാനല്ല അവൻ അങ്ങനെ ചെയ്യുന്നത്. ഹീജു റൂമിലേക്ക് വന്ന പാടെ ദോയോട് ചോദിക്കുന്നത് ഈ പ്രപ്പോസലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ മാർക്കറ്റിംഗ് എങ്ങനെയുണ്ട് എന്നാണ്. നാളെ PR ടീമുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, ആ മീറ്റിംഗിന് ഞാൻ ഈ റിംഗ് ഇട്ടോട്ടെ എന്നൊക്കെ ഇയാനോട് ചോദിച്ചതിന് ശേഷം ആ റിംഗ് അവൾ ദോക്കി കാണിച്ചു കൊടുക്കും. ദോ ആ റിംഗ് തൊടാൻ പോകുമ്പോൾ, തൊടുകയൊന്നും വേണ്ട, കണ്ണുകൊണ്ട് നോക്കിയാൽ മതി എന്ന് ഹീജു പറയും. ഇൻപിയോങ് ക്യൂൻ മദറിനെ കാണാൻ വന്ന് കിങ്ങിന്റെ ഓർഡർ പിൻവലിക്കാൻ വേണ്ടി ഞാൻ പറയാം എന്നൊക്കെ പറയുമ്പോൾ, അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലേറ്റ് കിങ് മരിച്ച കാരണം ഇയാൻ അറിയാം എന്ന് ക്യൂൻ മദർ പറഞ്ഞു കൊടുക്കും. പഴയ കിങ് മരിക്കുന്നതിന് മുമ്പ് ക്രൗൺ ഇയാന് കൊടുക്കാൻ വേണ്ടി തയ്യാറായതായിരുന്നു. അപ്പോഴാണ് അത് കണ്ടുകൊണ്ട് ക്യൂൻ മദർ അവിടേക്ക് വന്ന് ആ പേപ്പറൊക്കെ കത്തിച്ചു കളഞ്ഞത്. അതിന്റെ തെളിവ് എന്തെങ്കിലും ഇയാന്റെ കയ്യിലുണ്ടോ എന്നാണ് ഇപ്പൊ ക്യൂൻ മദറിന് ഡൗട്ട്. അന്ന് ഫയർ ഇൻസിഡന്റ് നടന്നപ്പോൾ എല്ലാ എവിഡൻസും കത്തിപ്പോയെങ്കിലും ഇയാനിപ്പോ സത്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് എനിക്ക് ഈ മാരേജ് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഹീജു അവന്റെ വീക്ക്നെസ് ആണ്, അതുകൊണ്ട് അവളെ കൂടെ ചേർത്ത് പിടിക്കണം എന്ന് ക്യൂൻ മദർ പറഞ്ഞത് കേട്ട് ഇൻപിയും അതൊക്കെ സമ്മതിക്കും. അടുത്ത ദിവസം ന്യൂസ് പേപ്പറിൽ ഇവരുടെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടാകും. അതൊക്കെ ഹീജുവിന്റെ അച്ഛൻ കണ്ട് ഹീജുവിന്റെ സിസ്റ്റർ എല്ലോയോട് അവരുടെ അച്ഛനെ വിളിച്ച് പാലസിൽ ഹീജുവിന് സപ്പോർട്ടിന് വേണ്ടി ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറയും. അവരങ്ങനെ ഹീജുവിന്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ, നിന്റെ അച്ഛന് ഹീജുവിന് ഇഷ്ടമല്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് അവന്റെ വൈഫ് പറയുമ്പോൾ, അച്ഛൻ അവളെ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ബാക്കിയുള്ളവർ അവളെ ഉപദ്രവിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. ഹീജുവിന്റെ സിസ്റ്ററിലോ അവളുടെ റിംഗ് ഒക്കെ നോക്കും. ഞാൻ നോക്കാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ഹീജു ചോദിക്കുമ്പോൾ, ഞാൻ ആ ആളെ കണ്ടുപിടിച്ചു, പക്ഷെ അയാൾ മരിച്ചുപോയി, അയാളുടെ ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല, അയാളുടെ അച്ഛനോ അമ്മയോ ആരുമില്ല എന്ന് തേജു പറഞ്ഞത് കേട്ട് ഹീജു തലയ്ക്ക് കൈ കൊടുത്തിരിക്കുമ്പോൾ തേജുവും അവന്റെ വൈഫും കൂടി അവളെ സമാധാനിപ്പിക്കും. പക്ഷെ അവനെ തെറി വിളിച്ചുകൊണ്ട് അവനെ എനിക്ക് തന്നെ കൊല്ലണമായിരുന്നു എന്നൊക്കെ ഹീജു പറയും. ദോ അവിടേക്ക് വന്ന് 5 മിനിറ്റായി, നിങ്ങളുടെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരോട് പോകാൻ പറയും.
ഹീജുവിന്റെ ഇന്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ അവളെ എങ്ങനെയൊക്കെ അവളുടെ റിങ് കാണിക്കാമോ ആ വഴിയൊക്കെ അവളുടെ റിങ് കാണിക്കുന്നുണ്ട്. ഹീജു അങ്ങനെ തിരിച്ച് ഇയാന്റെ പ്രൈവറ്റ് റെസിഡൻസിലേക്ക് വന്നിരിക്കുകയാണ്. അവളെ കാണുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും 2 കൈയും നീട്ടി അവളെ സ്വീകരിക്കും. ഇപ്രാവശ്യം ഹീജു ഒറ്റയ്ക്കല്ല, അവളുടെ കൂടെ ദോയും അവിടെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാൻ അവളോട് അവന്റെ റെസിഡൻസിൽ താമസിക്കാൻ പറയുമ്പോൾ ഹീജു അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും ഹീജുവിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അവിടെ താമസിക്കാൻ വേണ്ടി ദോ പറയും. എന്റെ റെസിഡൻസിൽ ഒരു സ്പൈ ഉണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ ഒക്കെ ദോക്കി കാണിച്ചു കൊടുക്കും. ഈ സ്പൈനെ കുറിച്ച് ഇയാന് കുറെ കാലമായിട്ട് അറിയാം. ഹ്യോങ് അവനോട് അവളെ ഒഴിവാക്കാൻ പറയുന്നുണ്ടെങ്കിലും ഇയാൻ അത് ചെയ്തിട്ടില്ല. ഈ സ്പൈനെ ഒഴിവാക്കണമെങ്കിൽ അവളുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അവൾക്ക് പകരമായി അവിടെ ആരെങ്കിലും വേണം. അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരാം എന്ന് ദോ പറയും. അങ്ങനെയാണ് ദോ ഇപ്പൊ ഹീജുവിന്റെ കൂടെ എത്തിയത്. ഇയാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ച് മാരേജിന്റെ പ്ലാനിങ് ഒക്കെ നടത്താൻ വേണ്ടി ഹീജുവിനോട് നാളെ പാലസിലേക്ക് വരാൻ വേണ്ടി പറയും. ഹീജുവിന്റെ കൂടെ തന്നെ മിന്നും ഇവരുടെ വെഡ്ഡിങ്ങിന്റെ പ്ലാനിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട് നിങ്ങൾ ഇവിടേക്ക് ഒരുമിച്ചാണ് വന്നത് എന്ന് പൊസസീവ്നെസ്സോടെ ഇയാൻ ചോദിക്കും. ഞങ്ങൾ പാലസിൽ വെച്ചാണ് കണ്ടത് എന്നവർ പറയുമ്പോഴാണ് ഇയാൻ സമാധാനമാകുന്നത്. ഹീജുവിന്റെ കൂടെ ദോയെ എപ്പോഴും കണ്ട് അവർ പരിചയപ്പെട്ടതിനു ശേഷം ഹ്യോങ് ഇപ്പൊ ദോയെ വളയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. വെഡ്ഡിങ്ങിന് എത്ര എമൗണ്ട് ആവും എന്നൊക്കെ ഹീജു ചോദിക്കുമ്പോൾ മിൻ അത് അവളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും. ഇവർ ക്ലോസ് ആയി നിൽക്കുന്നതൊന്നും ഇയാന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഹീജു എന്റെ ഫ്യൂച്ചർ വൈഫ് ആവാൻ പോകുന്ന ആളാണ്, അതുകൊണ്ട് അവളുടെ അടുത്ത് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ പറയുമ്പോൾ മിന്നിന് മുമ്പിൽ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അവൻ എല്ലാ കാര്യവും അറിയാം എന്ന് ഹീജു പറയും. നിങ്ങൾ ഡിവേഴ്സ് ആവുന്നത് വരെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് മിൻ പറയുന്നത് കേട്ട് ഹീജു ചിരിക്കുന്നുണ്ടെങ്കിലും ഇയാൻ അത്രയ്ക്ക് ചിരി വരുന്നില്ല. മിന്നിനോട് എല്ലാ കാര്യവും പറഞ്ഞതിന് ഇയാൻ അവളോട് ദേഷ്യപ്പെടും. പ്രൈം മിനിസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിനും അപ്രൂവൽ കിട്ടില്ലേ എന്ന് ഹീജു പറഞ്ഞത് കേട്ട് നിനക്ക് അവനെ അത്രയ്ക്ക് വിശ്വാസമാണോ, നീ എന്ത് കണ്ട അവനെ വിശ്വസിക്കുന്നത് എന്നൊക്കെ ഇയാൻ ചോദിക്കുമ്പോൾ നിന്നേക്കാൾ മുന്നേ ഞാൻ അവനെ കണ്ടതാണ്, ചെറുപ്പം മുതലേ അവൻ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്, നിന്നേക്കാൾ വിശ്വാസമാണ് എനിക്ക് അവനെ, നീ എപ്പോഴും വാക്ക് മാറ്റുന്ന ആളാണ്, നിന്റെ കൂടെ കോൺട്രാക്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പിന്നീട് അത് വേണ്ട എന്ന് ഞാൻ വെച്ചതാണ് എന്ന് ഹീജു പറഞ്ഞത് കേട്ട് അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ട് റെഡിയാക്കാം എന്ന് ഞാൻ പറയും. അവർ രണ്ടുപേരും ഇപ്പൊ കോൺട്രാക്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 3 വർഷം കഴിഞ്ഞാൽ ഡിവേഴ്സ് വേണം, അതിന് മുമ്പായാൽ എനിക്ക് സന്തോഷം എന്ന് ഹീജു പറയും. ഡിവേഴ്സിന് ശേഷം നിനക്ക് തരുന്ന സ്വത്തും എല്ലാം നീ തിരിച്ചു തരണം എന്ന് ഞാൻ പറയും. സ്വത്തൊക്കെ ഞാൻ തരാം, പക്ഷെ എനിക്ക് കിട്ടുന്ന പേരും പ്രശസ്തിയും ഒന്നും ഞാൻ തരില്ല എന്ന് ഹീജു പറയുമ്പോൾ എത്ര കാലം നീ കോൺട്രവേഴ്സി ഉണ്ടാക്കാതിരിക്കുന്നോ അത്രയും കാലം ഈ പ്രശസ്തിയൊക്കെ നിനക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സൈൻ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ക്യൂൻ മദർ വന്നിട്ടുണ്ടെന്ന് കോർട്ട് ലേഡി അനൗൺസ് ചെയ്യുന്നത്. അവരെ എങ്ങനെയൊക്കെയോ ആ പേപ്പേഴ്സ് ഒക്കെ ഹൈഡ് ചെയ്ത് ക്യൂൻ മദറിനോട് വരാൻ പറയും. അവരെ ഡിന്നറിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് ക്യൂൻ മദർ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവര് ഡിന്നർ കഴിക്കാൻ പോയ സമയം ഹ്യോങ്ങും ദോയും കൂടി ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ക്യൂൻ മദർ ഹീജുവിന് എന്തെങ്കിലും ചെയ്യോ എന്ന പേടിയാണ് ഹ്യോങ്ങിന്. പ്രിൻസിനെ ആരായിരിക്കും മാരേജ് ചെയ്യുക എന്ന് ഞാൻ എപ്പോഴും ക്യൂരിയസ് ആയിരുന്നു. അവന് ലവ് ഉണ്ടാകും എന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ ഹ്യോങ് പറഞ്ഞത് കേട്ട് ഹീജുവിന് എപ്പോഴും അവളെ അനുസരിക്കുന്ന ആളെയാണ് ഇഷ്ടം. ഹീജു ഒരു ബോസി ലേഡിയാണ്. ഇയാനാണെങ്കിൽ അവന്റെ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കും. ഇവര് രണ്ടുപേരും സ്നേഹത്തിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ദോ പറയുമ്പോൾ നിനക്ക് എങ്ങനെയുള്ള ആളെ ഇഷ്ടം എന്ന് നൈസായിട്ട് ഹ്യോങ് അവളോട് ചോദിക്കും. ആ ചോദ്യം കേട്ട് അവളൊന്ന് ഷോക്കാകും. അവളോട് ആദ്യമായിട്ടായിരിക്കും ഒരാൾ അങ്ങനെ ചോദിക്കുന്നത്. അവൾ അൺകംഫർട്ടബിൾ ആയത് മനസ്സിലാക്കി ഈ റെസ്റ്റോറന്റ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ ടോപ്പിക് ചേഞ്ച് ചെയ്യും. അവരങ്ങനെ ഡിന്നർ കഴിക്കുമ്പോൾ ക്യൂൻ മദർ അവൾക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്യും. ഇയാൻ അത് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ക്യൂൻ മദർ പറഞ്ഞതുകൊണ്ട് അവൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഹീജുവും ക്യൂൻ മദറും കൂടി ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് ഇയാന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. നിന്റെ അച്ഛൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ മാരേജിന് സമ്മതിക്കില്ലായിരുന്നു, നിന്നെക്കൊണ്ട് ഇതിനൊക്കെ സോറി എന്ന് ലെറ്റർ അയക്കുമായിരുന്നു എന്നൊക്കെ ക്യൂൻ മദർ പറയുമ്പോൾ ഇയാൻ ഇതൊക്കെ നിർത്താൻ വേണ്ടി പറയും. നിന്റെ അച്ഛനെപ്പോഴും നീ ക്രൗൺ പ്രിൻസിന് നേരെ വരുന്നത് തടയുമായിരുന്നു. നിനക്ക് എന്റെ മകനെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? നിന്റെ ബ്രദറിനെ കൊന്നതുപോലെ അവനെയും കൊല്ലാൻ നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ക്യൂൻ മദർ പറഞ്ഞത് കേട്ട് ഹീജു അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, പാലസിന് ഗേറ്റ് പൂട്ടാൻ സമയമായി എന്നവൾ പറയുമ്പോൾ ക്യൂൻ മദർ ഒരു ഫേക്ക് സ്മൈൽ ചിരിക്കും. പുറത്തെത്തിയ ഹീജു ഇയാനോട് പറയും നമ്മുടെ മാരേജ് കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതെ നിന്നത്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ ക്യൂൻ മദറിനെ ചുരുട്ടി കൂട്ടി കളയുമായിരുന്നു എന്ന് ഹീജു പറയുമ്പോൾ ഇയാൻ അവളുടെ വായൊക്കെ പൊത്തുപിടിക്കും. നമ്മുടെ മാരേജ് കഴിയുന്നവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും, അതിനുശേഷം നിന്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ നീക്കി കളയും, നിനക്കെന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ ഹീജു ചോദിക്കുമ്പോൾ അവൻ അവളെ വിശ്വാസമാണെന്ന് പറയും. ഇപ്പൊ എന്നെ ഇവിടുന്ന് കൊണ്ടുപോ, എനിക്ക് ഇന്നിവിടെ താമസിക്കേണ്ട എന്ന് ഇയാൻ അവളോട് പറയും. അവര് പാലസിൽ നിന്ന് പോകുമ്പോൾ ഇയാനായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ആക്സിഡന്റ് ആയിട്ട് കുറച്ചല്ലായിട്ടുള്ളൂ, നിനക്ക് പേടിയില്ലേ എന്ന് ഹീജു ചോദിക്കുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ പറക്കുന്നത് പോലെ ഉണ്ടാകും, നിനക്ക് ശരിക്കും പറക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീജു അവനെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകും. അത് കണ്ട് ചിരിച്ചുകൊണ്ട് നീ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണോ, ഇത് നീ റെന്റിനെടുത്താണോ എന്നൊക്കെ ഇയാൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്റേതാണ്, നമുക്ക് അവിടുന്ന് ഫ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഹീജു ആ ബോട്ടിലേക്ക് കയറും. ഇയാനും അവളെ ഫോളോ ചെയ്ത് ബോട്ടിലേക്ക് കയറും. ഹീജുവും ഇയാനും അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് അവരെ കാണാൻ വേണ്ടി കിങ് സന്തോഷത്തോടു കൂടി അങ്ങോട്ട് വരും. അവിടെ എത്തി അവരവിടെ ഇല്ല എന്നറിയുമ്പോൾ കിങ്ങിന് സങ്കടമാകും.
അവര് ബോട്ടിൽ പോകുമ്പോൾ അവന് കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ റോയൽ ഫാമിലിയിൽ ആരും ടെസ്റ്റ് ചെയ്യാതെ ഫുഡ് കഴിക്കില്ല എന്നവൻ പറഞ്ഞത് കേട്ട് റോയൽ ഫാമിലിയിൽ ആരും കോമണറെ മാരി ചെയ്യില്ലല്ലോ, എന്നിട്ട് നീ എന്തിനാ എന്നെ മാരി ചെയ്യുന്നത്? ഇന്നൊരു ദിവസത്തേക്ക് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്ക് എന്നൊക്കെ അവൾ പറഞ്ഞത് കേട്ട് അവൻ ആ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. ബോട്ടിന്റെ അറ്റത്ത് പോയി അവൾ നിൽക്കുമ്പോൾ അവൾ വീഴുമോ എന്ന് പേടിച്ചുകൊണ്ട് അവൻ അവളെ പോയി പിടിക്കും. അവൾ അവളുടെ കൈയും നീട്ടി അവൾ അത് എൻജോയ് ചെയ്ത് നിൽക്കും. നീ എന്നെ പറക്കാൻ സഹായിക്കാം എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നീയല്ലേ പറക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുമ്പോ അവര് സ്ഥലം മാറാൻ നോക്കുമ്പോഴേക്കും ബോട്ട് ഇളകിയത് കാരണം അവർ രണ്ടുപേരും വീഴും. ഹീജു അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇയാൻ അവളെ പിടിച്ചു നിർത്തും. അവൻ അവളെ നോക്കിക്കൊണ്ട് ഇന്ന് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാനല്ലേ നീ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കിസ് ചെയ്യും. ഹീജുവും തിരിച്ചവനെ കിസ് ചെയ്യും. അന്ന് ഇയാൻ ഹീജുവിനെ കാണാൻ വന്നത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനാണ്. അവരങ്ങനെ ഫംഗ്ഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളെപ്പോലെ തന്നെ അടുത്ത എപ്പിസോഡിനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ.